എല്ലാവർക്കും റംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 1 കാൽക്കുലസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, എല്ലാ തവണയും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √x+2 മൈനസ് √2 ഡിവൈഡഡ് ബൈ എക്സ്. ഇപ്പൊ ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √x+2 മൈനസ് √2 ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 0+2 അല്ലെ, 0+2 മൈനസ് √2 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 0 എന്ന് വരും. അതായത് എങ്ങനെ വരും? √2 മൈനസ് √2 ഡിവൈഡഡ് ബൈ 0, ദാറ്റ് ഈസ് 0/0. അപ്പൊ നമുക്ക് എപ്പോഴും 0/0 എന്നുള്ള ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഓൾമോസ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം തരുവാണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു സാധ്യത എന്ന് പറയുന്നത് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഒന്നെങ്കിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 0/0 ഫോം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? √x+2 മൈനസ് √2 ആണ് അല്ലെ. √x+2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √x+2 ഇൻറ്റു എന്ത് വരും? x+2ന്റെ ഡെറിവേറ്റീവ് ആയ 1 മൈനസ് √2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സോ നമുക്ക് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് x+2 എന്ന് വന്നു അല്ലെ, x+2 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എക്സ്റ്റെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 0+2 എന്ന് വരും, വിച്ച് ഈസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടും? നമുക്ക് 1 ഡിവൈഡഡ് ബൈ 2 √2 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സപ്പോസ് ഇനി നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എഗെയിൻ 0/0 ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെയും നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് തന്നെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 2 sin x മൈനസ് sin 2x ഡിവൈഡഡ് ബൈ x മൈനസ് sin 2x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ ഡിനോമിനേറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x മൈനസ് sin 2x ആണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സൈനിന്റെ വാല്യൂ, സൈനിൽ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും അല്ലെ. sin 2ഓ sin 3ഓ അല്ലെങ്കിൽ sin ഇൻഫിനിറ്റിയോ ഏതെടുത്തു കഴിഞ്ഞാലും എന്താണ്? സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെയും ഇടയ്ക്കാണ് അല്ലെ. sin x എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. അതുപോലെ cos x ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും? -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. സോ നമുക്ക് ആ എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി x മൈനസ് sin x എന്ന് പറയുന്നത് എന്ത് വരും? ഇൻഫിനിറ്റി മൈനസ് എന്താണ്? ഒരു ബൗണ്ടഡ് വാല്യൂ ആണ്. sin 2xന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. സോ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. ഇനി ന്യൂമറേറ്റർ നോക്കിയേ, 2 sin x മൈനസ് sin 2x എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ആ എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്? 2 sin x മൈനസ് sin 2x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം sin x വാല്യൂ എന്താണ്? ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. സോ ഉറപ്പായിട്ടും ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ ഒരു എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും. സോ 1/∞ എന്തായിരിക്കും? നമുക്ക് 0 ആയിരിക്കും ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഇതിനെ എന്തെടുത്തു? y ഈക്വൽ ടു എന്നും പറഞ്ഞ് ഇതിന് വിളിച്ചു. എന്തെന്ന് വന്നു? അപ്പം y ഈക്വൽ ടു 1 + 7x² ഡിവൈഡഡ് ബൈ 1 + 5x² ഹോൾ റേസ് ടു 1/x² എന്ന് വന്നു. ഞാൻ ഇനി രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് ദിസ് 1 എന്ന് വന്നു അല്ലേ. ഇനി നമുക്കറിയാം ലോഗ് a റേസ് ടു x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x ഇൻറ്റു ലോഗ് a ആണ് അല്ലെ. ലോഗ് a റേസ് ടു x ഈക്വൽ ടു x ഇൻറ്റു ലോഗ് a എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1/x² ഇൻറ്റു ലോഗ് ഓഫ് എന്തെന്ന് വന്നു? 1 + 7x² ഡിവൈഡഡ് ബൈ 1 + 5x² എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ലോഗ് a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് അല്ലേ. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/x² ഇൻറ്റു ലോഗ് 1+7x² മൈനസ് ലോഗ് 1+5x² എന്ന് എഴുതാം അല്ലേ. സോ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് ഏതാണ്? എക്സ്റ്റെൻഡിങ് ടു 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് y ഈക്വൽ ടു എന്തെന്ന് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ത് വരും? ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? എക്സിന് 0 കൊടുക്കുമ്പോൾ 7 ലോഗ് 1+0 എന്ന് വരും അല്ലേ. ലോഗ് 1+0 മൈനസ് ഇവിടെ എന്ത് വരും? ലോഗ് 1+0 എന്ന് തന്നെ വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും? 0² അതെന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി നമുക്കറിയാം ലോഗ് 1+0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇവിടെയും ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഏത് ഫോമിൽ വന്നു? 0/0 ഫോമിൽ വന്നു. 0/0 ഫോമിൽ വന്നാൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? x² ആണുള്ളത്. x² ഡെറിവേറ്റീവ് എന്ത് വരും? 2x എന്ന് വരും. ഇനി ന്യൂമറേറ്റർ നോക്കിയാൽ ന്യൂമറേറ്ററിൽ ലോഗ് 1+7x² ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. ദാറ്റ് ഈസ് 1/1+7x² ഇൻറ്റു എന്തെന്ന് വരും? 7x² ഡെറിവേറ്റീവ് വരും. 7x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 14x ആണ്. മൈനസ് ലോഗ് 1+5x² ഡെറിവേറ്റീവ് എന്ത് വരും? 1/1+5x² ഇൻറ്റു എന്തെന്ന് വരും? 5x² ഡെറിവേറ്റീവ് ആയ 5 × 2 10 ദാറ്റ് ഈസ് 10x എന്നും കൂടി വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 2x എന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് എക്സും കൂടി കട്ടായി പോകുമല്ലോ. കോമൺ ആയിട്ട് x ഉണ്ട്, അത് കട്ടായി പോകും. ഇനി നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 14 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെ എന്തുണ്ട്? 12 ഡിവൈഡഡ് ബൈ 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 12 അല്ല, ഇത് 10 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 1/2 എന്ന് കിട്ടും. സോ നമുക്ക് 14 - 10 എത്ര വരും? 4 വരും. 4/2 എത്ര എന്ന് കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. ഇനി നോക്കിയേ, നമ്മൾ ലോഗ് y ആയിരുന്നു എടുത്തത്. ലോഗ് y ഈക്വൽ ടു എത്ര എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2 എന്ന് കിട്ടിയിരിക്കുന്നത്. ദെയർഫോർ y കിട്ടുമ്പം എന്ത് വരും? e പവർ എടുക്കണം. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? e⁻² എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നോക്കുമ്പം ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യുക? നമുക്ക് y ഈക്വൽ ടു എന്ന് എടുക്കുക, എന്നിട്ട് ലോഗ് എടുക്കുക. രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/e⁻²x - 1 × x. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പം ഓപ്ഷനിലില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ 1/x പകരം y എന്ന് കൊടുത്തു. ഓക്കെ, 1/x പകരം y എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ y ടെൻഡിങ് ടു എന്തായിരിക്കും? 1/∞ 0 ആയിരിക്കും അല്ലേ. എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ y ടെൻഡിങ് ടു എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ ഫംഗ്ഷൻ ഏതായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി e⁻1/2x - 1 × x ആയിരുന്നു. അതിൽ എക്സിന് വൈക്ക് പകരം 1/x പകരം നമ്മൾ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് y എന്ന് വിളിച്ചു. സോ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ y ടെൻഡിങ് ടു എന്തായിരിക്കും? y ടെൻഡിങ് ടു 0 ആണ്. e⁻1/2 ഇൻറ്റു എന്താണ്? 1/x പകരം y എന്ന് വിളിക്കാം. സോ 1/2 × y മൈനസ് 1 ഇൻറ്റു ഇവിടെ എക്സിന് പകരം എന്തെന്ന് കൊടുക്കാൻ പറ്റും? നമുക്ക് 1/y എന്ന് കൊടുക്കാം. സോ എങ്ങനെ വന്നു? ലിമിറ്റ് y ടെൻഡിങ് ടു 0 e⁻y/2 - 1 ഡിവൈഡഡ് ബൈ y എന്ന് വന്നു. ഇനി y ടെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? y ടെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ e⁻0 - 1 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. e⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 - 1 എന്ത് വരും? 0 വരും. സോ എന്ത് വന്നു? 0/0 ഫോം വന്നു. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഡെറിവേറ്റീവ് എടുക്കുക. അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? e⁻y/2ന്റെ 1/2 ഇൻറ്റു e⁻y/2 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. ഇനി y ടെൻഡിങ് ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1/2 ഇൻറ്റു e⁻0 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0യിലേക്ക് നമുക്ക് ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യാം, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് എക്സ്, അതായത് മോഡ് എക്സ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? 0 മൈനസ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് ആണ്. 0 മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ മോഡ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? മോഡ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് എക്സ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എക്സ് ബൈ എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? മൈനസ് 1 ആണ്. സിമിലർലി നമ്മൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് ആണ്. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് മൈനസ് എക്സ് ബൈ എക്സ്, സോറി പ്ലസ് എക്സ് ബൈ എക്സ് എന്നായിരിക്കും. അതെന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അതായത് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ -1ഉം റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ 1ഉം ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ രണ്ട് ലിമിറ്റും സെയിം ആണെങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ എന്തായിരിക്കും? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ.